Hi, welcome to Renisha CS Edu World. ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന ഹൗ ടു കൺസ്ട്രക്ട് എ DFA. അപ്പം ഈ ഒരു വീഡിയോയ്ക്കകത്ത് പറയാൻ പോകുന്നത് എൻഡിങ് ഒരു സ്ട്രിങ് ഒരു DFAയുടെ എൻഡിങ് വിത്ത് ഒരു പർട്ടിക്കുലർ സ്ട്രിങ് ആണെങ്കിൽ എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഈ വീഡിയോയ്ക്കകത്ത് പറയാൻ പോകുന്നത്. അപ്പൊ ഇതിൻ്റെ അകത്ത് പറയുന്നത് ഇതാണ്: കൺസ്ട്രക്റ്റഡ് DFA ദാറ്റ് എൻഡ്സ് വിത്ത് 100. ഇങ്ങനെയുള്ള ഒരു ഇത് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ DFAക്കകത്ത് എം എന്ന് പറഞ്ഞിട്ട് ഒരു മെഷീനാണ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്നതെങ്കിൽ ഇറ്റ് ഹാസ് 5 ട്യൂപ്പിൾസ്. ഏതൊക്കെയാ? Q സിഗ്മ, ഡെൽറ്റ ആൻഡ് Q0F. ഇത്രയുമാണ് നമ്മുടെ കയ്യിൽ ഉള്ളത്. അപ്പൊ ഇത് ഓരോന്നും എന്താണ് എന്നാണ് പറയേണ്ടത്. ഇതിൻ്റെ അകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് Q എന്ന് പറയുന്നത് സെറ്റ് ഓഫ് സ്റ്റേറ്റ് ആണ്. അപ്പൊ നമ്മുടെ ഇവിടുത്തെ സ്ട്രിങ് എന്ന് പറയുന്നത് 100 ആണ്. നമുക്ക് എൻഡിങ് വിത്ത്, അതായത് ഒരു DFA എൻഡിങ് വിത്ത് 100 ഉള്ളതിനെയാണ് നമുക്ക് ഡിസൈൻ ചെയ്യേണ്ടത്. അപ്പം അങ്ങനെയുള്ള കേസുകളിൽ ഒരു സ്ട്രിങ് എൻഡ് ചെയ്യുവാണ്, ഒരു പർട്ടിക്കുലർ സ്ട്രിങ്ങിലാണ് നമുക്ക് എൻഡ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അത് ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ആദ്യം Q എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. Q എന്ന് പറയുന്നത് ഫസ്റ്റ് Q0 ആയിട്ട് എടുക്കുക. അത് ഇറ്റ് ഈസ് ദ ഇനിഷ്യൽ സ്റ്റേറ്റ്. ഓക്കെ, നെക്സ്റ്റ് Q1 ആണെങ്കിൽ സ്ട്രിങ് എൻഡിങ് വിത്ത് 1 ആണ് Q1 എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്റ്റേറ്റ് Q2 എന്ന് പറയുന്നത് ഇങ്ങനെയാണ് എഴുതുക: സ്ട്രിങ് എൻഡിങ് വിത്ത് 100 ആണ്. അപ്പൊ 10ക്കകത്ത് എൻഡ് ചെയ്യുന്നതാണ് Q2 എന്ന് പറയാം. ഇനി Q3 ഓക്കെ, അപ്പം സ്ട്രിങ് എൻഡിങ് വിത്ത് 100 ആണ് Q3 ആണ് ഇവിടുത്തെ എന്താണ് ഫൈനൽ സ്റ്റേറ്റ്. Q3 എന്ന് പറയുന്നത് എന്താണ് ഫൈനൽ സ്റ്റേറ്റ്. ഓക്കെ, അപ്പൊ Q ഇന്നതാന്ന് പറഞ്ഞു. ഇനി സിഗ്മ എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ കൊടുക്കുന്ന ഇൻപുട്ട് ആണ്. 1 ഉം 0 ആണ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ സിഗ്മ ഈസ് 10. ഡെൽറ്റ അവിടെ നിൽക്കട്ടെ പറയാം. ഇനി Q0 എന്ന് പറയുന്നത് സ്റ്റാർട്ട് സ്റ്റേറ്റ്. നമ്മൾ ഏതാണ് പറഞ്ഞത്? ഇനിഷ്യൽ സ്റ്റേറ്റിലെ സ്റ്റാർട്ട് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഏതാണ്? Q0 തന്നെയാണ്. ഫൈനൽ സ്റ്റേറ്റ് ഏതാ പറഞ്ഞത്? സ്ട്രിങ് എൻഡിങ് വിത്ത് 100 വരുന്നതാണ്. അത് ഏതാണ്? Q3. ഓക്കെ, Q3 is the final state. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ മനസ്സിലായോ? അപ്പൊ നമ്മൾ സ്ട്രിങ് എൻഡിങ് വിത്ത് ഒരു പർട്ടിക്കുലർ സ്ട്രിങ് ആണ് പറയുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ രീതി വേണം നമ്മൾ ചെയ്യാനായിട്ട്. അപ്പൊ Q0 ഇനിഷ്യൽ സ്റ്റേറ്റ്, Q1 is the string ending with 1, Q2 is the string ending with 10, നെക്സ്റ്റ് Q3 എന്ന് പറയുന്നത് string ending with 100. ഓക്കെ, നമ്മളോട് ചോദിച്ചിരുന്നത് എങ്ങനെയാണ്? 100 എൻഡ് ചെയ്യുന്നതാണ്. അപ്പൊ ആദ്യത്തെ ഇതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മനസ്സിലായോ? ഈ 1 ഉം 0 ഉം കൂടെ വരുന്നതാണ് അടുത്തത്. ഇത് ഫുള്ള് വരുന്നതാണ് അടുത്തത്. ഇങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് സ്റ്റേറ്റുകൾ എടുത്തേക്കുന്നത്. ഇത്ര മനസ്സിലായോ? നെക്സ്റ്റ് പറയാൻ പോകുന്നത് ട്രാൻസിഷൻ ഫംഗ്ഷൻ ആണ്. ആ ട്രാൻസിഷൻ ഫംഗ്ഷൻ നമ്മൾ ട്രാൻസിഷൻ ടേബിൾ വെച്ചിട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ട്രാൻസിഷൻ ടേബിൾ ആണ് വരയ്ക്കാൻ പോകുന്നത്. ഓക്കെ, ട്രാൻസിഷൻ ടേബിളിനകത്ത് ഇവിടെ നമ്മൾ ഏതാ ഇൻപുട്ടാ കൊടുക്കുന്നത്? നമ്മൾ കൊടുക്കുന്ന ഇൻപുട്സ് ഏതൊക്കെയാ? 1 and 0. ഈ സ്റ്റേറ്റുകളാണ് എഴുതേണ്ടത്. നമ്മളിവിടെ സ്റ്റേറ്റുകൾ കൊടുക്കുക. ഏതൊക്കെയാണ് സ്റ്റേറ്റ്? Q0, Q1, Q2 and Q3 are states. Q0, Q1, Q2 and Q3. അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുണ്ട് Q0, Q1, Q2 and Q3 ആണ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്കറിയാവുന്ന എന്താ? ഇത് സ്റ്റാർട്ടിങ് സ്റ്റേറ്റ് ആണ്, ഇതാണ് എൻഡിങ് സ്റ്റേറ്റ്. ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഡിനോട്ട് ചെയ്തു.
ഇനി നമ്മൾ ചെയ്യേണ്ടത്, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക, ഇവിടെ എപ്സിലോൺ എന്ന് ഇടുക. ഒന്നും ഇല്ല എന്നുള്ള കേസാണ് എപ്സിലോൺ. ഈ Q1 എന്ന് പറയുന്നതിന്റെ അവിടെ എന്താണ്? 1 ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്, സ്ട്രിംഗ് എൻഡിങ് വിത്ത് 1. ആ 1 ഇവിടെ എഴുതണം. Q2ന്റെ അവിടെ 10 എന്ന് എഴുതുക. ഓക്കെ, കണ്ടോ? Q2 എന്ന് പറയുന്നത് സ്ട്രിംഗ് എൻഡിങ് വിത്ത് 10. Q3 സ്ട്രിംഗ് എൻഡിങ് വിത്ത് 100. ഓക്കെ, ഇത്ര മനസ്സിലായ? ഇനിയും ട്രാൻസിഷൻ ടേബിൾ എഴുതാൻ പോകുന്നത് ശ്രദ്ധിക്കുക. നമ്മൾ ഇങ്ങനെ എടുക്കുന്നത് എപ്സിലോൺ 1 എന്ന് എടുക്കും. ഓക്കെ, എപ്സിലോണിന്റെ കൂടെ 1 നമ്മൾ എപ്പോഴും എടുത്തു കഴിഞ്ഞെങ്കിൽ എന്താ കിട്ടത്തുള്ളൂ? 1 മാത്രമേ കിട്ടത്തുള്ളൂ. 1 എന്ന് പറയുന്നത് ഈ സൈഡിൽ എവിടെ വരുന്നുണ്ടോ നോക്കുക. ഉണ്ടോ? ഉണ്ട്. എവിടെ വരുന്നത്? ഇവിടെയാണ് വരുന്നത്. അപ്പം ആ ഒരു പ്ലേസില് Q1 എന്ന് വരും. മനസ്സിലായോ? ആദ്യം എപ്സിലോൺ 1 എന്ന് എടുക്കുക. എപ്സിലോൺ 1 ഇവിടെ നിന്ന് ഇങ്ങനെ എടുക്കുക. എപ്സിലോൺ 1 എന്ന് പറയുമ്പോൾ 1 ആണ് കിട്ടുക. ആ 1 ഇവിടെ എവിടെയാ വരുന്നതെന്ന് വെച്ചാൽ നോക്കുക. ഓക്കെ, എവിടെയാ വരുന്നത്? Q1ലാണ്. ആ Q1 നമ്മൾ എഴുതി. ഇനി നെക്സ്റ്റ് നോക്കുക, എപ്സിലോൺ 0. ഓക്കെ, എപ്സിലോൺ 0. അപ്പൊ എപ്സിലോൺ 0 എന്ന് പറയുന്നത് എന്താണ്? 0യാ. 0 ഇവിടെ വരുന്നുണ്ടോ നോക്കുക. ഇല്ല. ഓക്കെ, അപ്പൊ 0 വരുന്നില്ല. അപ്പൊ ഇവിടെ വരുന്നില്ല എന്നുണ്ടെങ്കിൽ എപ്സിലോൺ 0 എന്താണ്? 0 എന്നാ പറഞ്ഞത്. അപ്പൊ 0 വരുന്നില്ല. ഓക്കെ, ഇവിടെ ഇല്ല. ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തേ വരത്തുള്ളൂ? അത് പോയി കഴിഞ്ഞാൽ അവിടെ എപ്സിലോണേ വരത്തുള്ളൂ. എപ്സിലോണും 0യും കൂടെ അവിടുന്ന് പോയി കഴിഞ്ഞാൽ എന്ത് വരും? എപ്സിലോൺ വരും. ഓക്കെ, ആ എപ്സിലോൺ പ്ലേസിൽ എന്താണോ കിടക്കുന്നത് അത് ഇവിടെ എഴുതുക. എപ്സിലോൺ പ്ലേസിൽ എന്താ കിടക്കുന്നത്? Q0. നെക്സ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഇങ്ങനെ എടുക്കേണ്ടത്. അപ്പൊ ഇത് കഴിഞ്ഞു. ഇനി ഇവിടെ കിടക്കുന്ന ഇൻപുട്ട് ഏതാണ്? ഇവിടെ കിടക്കുന്നത് 1 ആണ്, ഇവിടെ കിടക്കുന്നത് 1 ആണ്. അപ്പൊ 1 1 എന്നാണ് കിട്ടുന്നത്. ഓക്കെ, അതിവിടെ എഴുതുക. 1 1 പറയുന്നത് ഇവിടെ ഉണ്ടോ എന്ന് നോക്കുക. ഇവിടുത്തെ 1ഉം ഇവിടുത്തെ 1ഉം ആണ് എടുത്തത്. ആ 1 1 എന്ന് പറയുന്നത് ഈ സൈഡിൽ ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ടോ? ഇല്ല. ഇല്ലെങ്കിൽ ആദ്യത്തെ 1 കളയുക. ഓക്കെ, നെക്സ്റ്റ് ഒരു 1 വരുന്നുണ്ട്. ആ 1 ഇവിടെ ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ട്. ഏതാ? ഇവിടെ വരുന്നത്. അത് ആ പ്ലേസിൽ എന്താ വന്നിരിക്കുന്നത്? Q1. അതുകൊണ്ട് ഇവിടെ Q1 എന്ന് എഴുതുക. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് 1ഉം 0യും. 1 0 എന്ന് പറഞ്ഞിട്ട് ഇവിടെ കിടപ്പുണ്ടോ നോക്കുക. 1 0 അതുകൊണ്ട് 1 0. ഇവിടെ ഏതാ കിടക്കുന്നത്? Q2. Q2ന്റെ അവിടെ എഴുതുക. നെക്സ്റ്റ് കിടക്കുന്ന എടുക്കുക 1 0 1. ഓക്കെ, ഏതാ? 1 0 1. 1 0 1 ഇവിടെ ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ടോ? ഇല്ല. ഇല്ലെങ്കിൽ ആദ്യത്തെ 1നെ എടുത്ത് കളഞ്ഞു. ബാക്കി എത്ര വരും? 0 1. 0 1 എന്നുള്ളത് ഇവിടെ ഉണ്ടോ എന്ന് നോക്കുക. ഇല്ല. ഇല്ല എന്നുണ്ടെങ്കിൽ അടുത്ത 0നെ എടുത്ത് കളയും. ഓക്കെ, ഏതാ വരിക? 1. 1 എവിടെയാ വരുന്നത് നോക്കും. എവിടാ? ഓക്കെ, ഇവിടെയാണ് വരുന്നത്. 1 വരുന്നത് ഇവിടെ. ഇവിടെ എത്ര വന്നിരിക്കുന്നത്? Q1. അപ്പൊ ഈ പ്ലേസില് Q1 എന്ന് എഴുതും. ഇനി അടുത്തത് 1 0 0. അപ്പൊ 1 0 0 ഇവിടെ എവിടെ വരുന്നത് നോക്കുക. ഇവിടെ വരുന്നുണ്ട് 1 0 0. എത്ര വന്നിരിക്കുന്നത്? Q3. ഓക്കെ, ഇനി അടുത്ത എടുക്കുക 1 0 0 1. 1 0 0 1. അങ്ങനെ ഒരെണ്ണം ഇവിടെ വന്നിട്ടുണ്ടോ? ഇല്ല. ഓക്കെ, ഇനി അപ്പൊ നോക്കുക, 1നെ എടുത്ത് റിമൂവ് ചെയ്യും. ആദ്യത്തേനെ എടുത്ത് കളഞ്ഞു. അപ്പൊ 0 0 1 എന്നുണ്ടോ നോക്കുക. ഇവിടെ ഉണ്ടോ? ഇല്ല. അപ്പൊ അടുത്ത 0 എടുത്ത് റിമൂവ് ചെയ്യാം. അടുത്ത എന്ത് കിട്ടും? 0 1. 0 1 ഇവിടെ ഉണ്ടോ എന്ന് നോക്കുക. ഇല്ല. അപ്പൊ അടുത്ത 0നെ എടുത്ത് കളഞ്ഞു. അടുത്ത 1 വരിക. 1 എവിടെ? ഇവിടെ ഉണ്ടോ എന്ന് നോക്കുക. കണ്ടോ? ഇവിടെ വരുന്നുണ്ട് 1. അത് എത്രയാണ്? Q1 ആണ്. അപ്പൊ ഈ ഒരു പ്ലേസിൽ Q1 കൊണ്ടെഴുതുക. ഓക്കെ, ഇനിയും അടുത്ത വരുന്ന ഏതാ? 1 0 0 0 എന്നാണ് വന്നത്. അപ്പൊ ഇവിടെ ഇങ്ങനെ എഴുതുക 1 0 0 0. 1 0 0 വരുന്നുണ്ടോ ഇവിടെ? ഇല്ല. ആദ്യം
1 എടുത്ത് റിമൂവ് ചെയ്തു. പിന്നെന്താ 3 zeros ഉണ്ടോ? ഇല്ല. അടുത്തൊരു സീറോയും കൂടെ കളഞ്ഞു. 2 zeros വരുന്നുണ്ടോ? ഇല്ല. അപ്പൊ ഒരു സീറോയും കൂടെ കളഞ്ഞു. 1 zero വരുന്നുണ്ടോ? ഇല്ല. അടുത്ത സീറോയും കളഞ്ഞാൽ ബാക്കി വരുന്ന ഏതാണ്? എപ്സിലോൺ ആണ്. ആ എപ്സിലോൺ ഉള്ളത് എവിടെ? Q0 അപ്പൊ ഈ ഒരു പ്ലേസിൽ എന്ത് വരും? Q0 എന്ന് വരും. മനസ്സിലായോ? അപ്പൊ നമ്മള് ട്രാൻസിഷൻ ടേബിൾ വരച്ചു. അപ്പൊ ഇതിന്റെ അകത്തുനിന്ന് നമ്മൾ എല്ലാം കിട്ടി. Q സിഗ്മ ഡെൽറ്റ Q0 ആൻഡ് F കിട്ടി. ട്രാൻസിഷൻ ഡയഗ്രാം വരച്ചു. സോറി, ട്രാൻസിഷൻ ടേബിൾ നമ്മൾ വരച്ചു. ഇനി എന്ത് ചെയ്യണം? ഇതിന്റെ അകത്തുനിന്ന് ട്രാൻസിഷൻ ഡയഗ്രാം വരയ്ക്കുക. ട്രാൻസിഷൻ ഡയഗ്രാം വരയ്ക്കുമ്പോൾ 4 സ്റ്റേറ്റ് ഏതൊക്കെയാണ്? Q0 is the start state, Q0, Q1, Q2 and Q3. Q3 is the final state. അപ്പൊ ഓക്കെ, ഫസ്റ്റ് എന്താണ്? Q01 is Q1. Q0 നിന്ന് 1 പോകുമ്പോ Q1. Q00 is Q0. Q0 നിന്ന് 0 പോയാൽ Q0. Next Q11 is Q1. Q11 is Q1. Next Q10 is Q2. 0 is Q2. Next Q21. Okay, Q21 is Q1. Q20 is Q3. Okay, next Q3. Q31 is Q1. Q31 is Q1. Next Q30 is Q0. This is the DFA. അപ്പൊ ഇതാണ് DFA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ അകത്തുനിന്ന് ഇപ്പം നമ്മൾ ഒരു DFA കൺസ്ട്രക്ട് ചെയ്തു. ഇനി എന്താണ് നോക്കേണ്ടത്? ഈ ഒരു സ്ട്രിങ്, നമ്മളൊരു സ്ട്രിങ് കൊടുത്തു കഴിഞ്ഞാൽ എൻഡിങ് വിത്ത് 100 ഉള്ളതിനെ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കണം. അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ ഇട്ടിട്ട് നോക്കാം. ഓക്കെ, ഇപ്പൊ ഞാൻ എക്സാമ്പിൾ ഇടുന്നത് 10100 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻപുട്ടാ കൊടുക്കുന്ന വിചാരിക്കുക. അപ്പൊ നമ്മൾ എവിടുന്നാ തുടങ്ങുന്നത്? Q0 നിന്ന് തുടങ്ങി 1 ആണ് കൊടുക്കുന്നത്. 1 കൊടുത്തു കഴിഞ്ഞാൽ എവിടെ വരും? Q1 വരും. Q1 നിന്ന് നെക്സ്റ്റ് കൊടുക്കുന്നത് 0. Q1 നിന്ന് 0 കൊടുത്താൽ Q2. Q2 നിന്ന് 1. Q2 നിന്ന് 1. Q2 നിന്ന് 1 കൊടുത്തു കഴിഞ്ഞാൽ എങ്ങോട്ട് വരും? Q1 വരും. ഓക്കെ, നെക്സ്റ്റ് 0 ആണ്. അപ്പൊ Q1 0 ഈസ് Q2. ഓക്കെ, നെക്സ്റ്റ് 0. Q2 0 ഈസ് Q3. ഓക്കെ, അപ്പം ഇതിന്റെ സ്ട്രിങ്ങിന്റെ എൻഡ് ആയി കഴിഞ്ഞപ്പം സ്ട്രിങ്ങിന്റെ എൻഡുമായി നമ്മളിപ്പം സ്റ്റേറ്റ് നിൽക്കുന്ന ഫൈനൽ സ്റ്റേറ്റിലും ആണെങ്കിൽ ദിസ് സ്ട്രിങ് ഈസ് ആക്സെപ്റ്റഡ് ബൈ DFA. DFA ആ സ്ട്രിങ്ങിനെ ആക്സെപ്റ്റ് ചെയ്തു. മനസ്സിലായോ? അപ്പം ഇങ്ങനെ നിങ്ങൾ ഏത് ഇൻപുട്ടും എടുത്ത് കൊടുത്തു നോക്കിയോ, 100 എന്ന് പറയുന്ന ഇൻപുട്ട് എൻഡ് ചെയ്യുന്ന ഏത് കൊടുത്തു കഴിഞ്ഞാലും ഈ ഒരു ഓട്ടോമേറ്റ ഇത് അക്സെപ്റ്റ് ചെയ്യും. അപ്പൊ ഇതല്ലാതെ വേറെ ഒരു ഇൻപുട്ട് നമുക്ക് കൊടുത്തു നോക്കാം. 100 എൻഡ് ചെയ്യുന്നില്ല, ഇല്ലാത്ത ഒരു സ്ട്രിങ് നമുക്ക് കൊടുത്തു നോക്കാം. ഓക്കെ, 0 1 0 0 1. ഞാൻ ഇതാണ് ഇൻപുട്ട് കൊടുക്കുന്നത് വിചാരിക്കാം. അപ്പൊ സ്റ്റാർട്ടിങ് വിത്ത് Q0 നിന്ന് തുടങ്ങി 0 ആണ് ഇൻപുട്ട് കൊടുക്കുന്നത്. 0 കൊടുത്തു കഴിയുമ്പോൾ എങ്ങോട്ട് വരും? Q0 തന്നെ വന്നു. നെക്സ്റ്റ് 1 ആണ്. 1 കൊടുക്കുമ്പോൾ Q1 വരും. നെക്സ്റ്റ് 0 കൊടുക്കുന്നത്. Q1 നിന്ന് 0 കൊടുത്താൽ Q2. Q2 നിന്ന് നെക്സ്റ്റും കൊടുക്കുന്നത് 0 ആണ്. Q2 നിന്ന് നെക്സ്റ്റ് 0 കൊടുത്തു, നമുക്ക് എന്ത് വരും? Q3 വരും. നെക്സ്റ്റ് 1 ആ കൊടുക്കുന്നത്. Q3 നിന്ന് 1 ഇതാണ്.
1 കൊടുത്തു കഴിയുമ്പം എങ്ങോട്ടാ വരുന്നത്? Q1ലേക്കാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഈ സ്ട്രിങ്ങിന്റെ എൻഡായി. പക്ഷെ ഇപ്പൊ ഫൈനൽ സ്റ്റേറ്റിലാണ് ഇരിക്കുന്നത്. നമ്മളിപ്പം ഫൈനൽ സ്റ്റേറ്റിലല്ല എന്നുണ്ടെങ്കിൽ this string is not accepted by the DFA. മനസ്സിലായോ നിങ്ങൾക്ക്? നമ്മൾ ഇതേപോലെ തന്നെ ബേസ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ചെയ്യാൻ പോകുന്നത്. കൺസ്ട്രക്ട് എ DFA ദാറ്റ് എൻഡിങ് വിത്ത് AP എന്ന് പറഞ്ഞിട്ടുള്ള സ്ട്രിങ് എൻഡ് ചെയ്യുന്ന ഒരു DFA ആണ് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. അപ്പൊ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. എങ്ങനെ ചെയ്യുന്നത്? M is equal to Q sigma delta Q0 and F. Q എന്ന് പറയുന്നത് എന്താണ്? Q0ക്ക് അത് എന്താണ്? സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റ് ആണ് വരിക. Q1ന്റെ അകത്തോ സ്ട്രിങ് എൻഡിങ് വിത്ത് AB ആണ് സ്ട്രിങ് എൻഡ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ആദ്യത്തെ അത് മാത്രം എടുക്കുക. അപ്പൊ സ്ട്രിങ് എൻഡിങ് വിത്ത് A ആണ് Q1. Q2 എന്ന് പറയുന്നത് സ്ട്രിങ് എൻഡിങ് വിത്ത് AB. അപ്പൊ അതാണ് Q2 ആണ് ഇവിടുത്തെ ഫൈനൽ സ്റ്റേറ്റ്. ഇനി ഇവിടുത്തെ സിഗ്മ എഴുതണം. നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് ഏതാണ്? എയും ബിയും ആണ് ഇൻപുട്ട് സിമ്പിൾ കൊടുക്കുന്നത്. അതുകൊണ്ട് സിഗ്മ എന്ന് പറയുന്നത് എയും ബിയും. ഡെൽറ്റ ട്രാൻസിഷൻ ഫംഗ്ഷൻ അവിടെ നിൽക്കട്ടെ. നെക്സ്റ്റ് Q0 is the starting state. അപ്പൊ ഇതിന്റെ അകത്ത് Q0 തന്നെയാണ് ഇനിഷ്യൽ സ്റ്റേറ്റ്. F എന്ന് പറയുന്നത് ഫൈനൽ സ്റ്റേറ്റ്. ഫൈനൽ സ്റ്റേറ്റ് ഏതാണ്? Q2 ആണ്. ഇനി ട്രാൻസിഷൻ ടേബിൾ ആണ് വരയ്ക്കാൻ പോകുന്നത്. ഓക്കെ, ട്രാൻസിഷൻ ടേബിൾ. A and B are the input. State are Q0, Q1, Q2 are the state. Q2 is the final state. Starting state Q1. Okay. അപ്പൊ ഇവിടുന്ന് എങ്ങനെ എഴുതാൻ പറഞ്ഞു? ഇവിടെ എപ്സിലോൺ എന്ന് എഴുതുക, ഇവിടെ A എന്ന് എഴുതുക, ഇവിടെ AB എന്ന് എഴുതുക. ഇനി എങ്ങനെ ചെയ്യാൻ പറഞ്ഞേ? സിഗ്മ ഇൻറ്റു A. സിഗ്മ ഇൻറ്റു A എന്ന് പറയുന്നത് ഏതാണ്? A ആണ്. ആ A ഇവിടെ എവിടെയും വരുന്നുണ്ടോ നോക്കുക. വരുന്നുണ്ട്. അവിടെ എന്ത് എഴുതണം? Q1 എന്ന് എഴുതണം. ഓക്കെ, ഇവിടെ Q1 എന്ന് എഴുതി. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? സിഗ്മ B എഴുതണം. സോറി, സിഗ്മ അല്ല, എപ്സിലോൺ ആണ്. എപ്സിലോൺ B എടുക്കുക. എപ്സിലോൺ B എന്ന് പറയുന്നത് B തന്നെയാണ്. B ഇവിടെ വരുന്നുണ്ടോ നോക്കുക. ഇല്ല. അപ്പൊ B എന്ന് എഴുതി, B വരുന്നില്ല. അപ്പൊ ഈ സിംബലിനെ കട്ട് ചെയ്യുമ്പോൾ അവിടെ എപ്സിലോൺ മാത്രമാവും. അപ്പൊ എപ്സിലോൺ ഇവിടെ എവിടെ വരുന്നത് നോക്കുക. ഇറ്റ് ഈസ് Q0. ഈ പ്ലേസിൽ Q0 എന്ന് കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് A എടുക്കുക. A ഇവിടുത്തെ Aയും ഇവിടുത്തെ Aയും കൂടെ എടുക്കുമ്പോൾ A അത് ഇവിടെ വരുന്നുണ്ടോ എന്ന് നോക്കുക. ഇല്ല. അപ്പൊ A ആണ് എടുത്തത്, വരുന്നില്ല. അപ്പൊ ആദ്യത്തെ A എടുത്ത് റിമൂവ് ചെയ്തു. ബാലൻസ് എത്ര വരുന്നുണ്ട്? A വരുന്നുണ്ട്. ഈ A ഇവിടെ എവിടെ വരുന്നത് നോക്കുക. ഇറ്റ് ഈസ് Q1. Q1ന്റെ അവിടെയാണ് A വരുന്നത്. Q1 എന്ന് എഴുതി. ഇനി ഏതാ? AB എവിടെ വരുന്നത് നോക്കുക. എവിടെ? Q2. അപ്പൊ Q2ന്റെ അവിടെ, സോറി, Q1ന്റെ അവിടെ B യുടെ പ്ലേസിൽ Q2 എന്ന് എഴുതി. ഓക്കെ, നെക്സ്റ്റ് എടുക്കുക. ABA എന്നാണ് വരുന്നത്. അപ്പൊ ABA. ഓക്കെ, ABA വരുമ്പം ABA ഇവിടെ വരുന്നുണ്ടോ നോക്കുക. വരുന്നില്ല. അങ്ങനെയാണ് ആദ്യത്തെ A എടുത്ത് റിമൂവ് ചെയ്തു. BA എന്ന് വരുന്നുണ്ടോ നോക്കുക. ഇല്ല. അപ്പൊ നെക്സ്റ്റ് B എടുത്ത് റിമൂവ് ചെയ്തു. അടുത്ത ഏതാണ്? A ആണ് വരുന്നത്. അപ്പൊ A വരുമ്പം ആ Aയുടെ അവിടെ കിടക്കുന്ന ഏതാ? Q1. അപ്പൊ ഇവിടെ Q1 എന്ന് എഴുതുക. ABB. നെക്സ്റ്റ് ABB നോക്കി, ഇവിടെ വരുന്നില്ല. A എടുത്ത് റിമൂവ് ചെയ്തു. BB കൊണ്ട് വരുന്നുണ്ടോ ഇവിടെ? ഇല്ല. B എടുത്ത് റിമൂവ് ചെയ്തു. അപ്പൊ B ഇവിടെ വരുന്നുണ്ടോ നോക്കൂ. ഇല്ല. നെക്സ്റ്റ് ലാസ്റ്റ് B എടുത്ത് റിമൂവ് ചെയ്തു. അപ്പൊ എന്ത് വരും? എപ്സിലോൺ. എപ്സിലോണിന്റെ പ്ലേസിൽ എന്താ കിടക്കുന്നത്? Q0. അപ്പൊ ട്രാൻസിഷൻ ടേബിൾ വരച്ചു. ട്രാൻസിഷൻ ടേബിൾ വരച്ചെങ്കിൽ ഇനിയും ട്രാൻസിഷൻ ഡയഗ്രാം വരയ്ക്കാമല്ലോ. എങ്ങനെ വരയ്ക്കാം? സ്റ്റേറ്റ് എഴുതുക. Q0, Q1, Q2. Q2 is the final state. Q1 is the starting state. Okay, Q0A. Q0A is Q1. Q0B is Q0. Okay, Q1A is Q1.
Next Q1 B is Q2. Okay. Next Q2 A is Q1. Q2 B is Q0. This is the transition diagram. ഒരു സ്ട്രിങ് കൊടുത്തിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നുള്ളത് നമുക്ക് നോക്കാം. സ്ട്രിങ് കൊടുക്കുന്നത് ബി എ ബി എന്നുള്ള ഒരു സ്ട്രിങ് ഞാൻ കൊടുക്കുന്നതെങ്കിൽ ആദ്യം എന്താണ് Q0 തുടങ്ങുക. Q0 B. Q0 B is Q0. Okay. Next ഏതാ വരിക? Q0 A. Q0 is Q1. Q0 A is Q1. Q1 B. Q1 B is Q2. Okay. ഇവിടെ സ്ട്രിങ്ങിന്റെ എൻഡ് ആയി. ഇപ്പൊ നമ്മൾ നിൽക്കുന്ന സ്റ്റേറ്റ് ലാസ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഫൈനൽ സ്റ്റേറ്റ് ആണ്. Therefore, this string is accepted by the DFA. Okay. നെക്സ്റ്റ് ഇൻപുട്ട് കൊടുക്കുന്നു. എ ബി ബി എന്ന് പറഞ്ഞിട്ടുള്ള ഇൻപുട്ടാ കൊടുക്കുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും ഇത് വർക്ക് ചെയ്യുന്നത്? Q0 കൊടുത്തു. A is the input. Q0 A is Q1. Q1 B. Q1 B is Q2. Q2 B. Q2 B is Q0. ഓക്കെ. അപ്പൊ ഇങ്ങനെയാണ് കിട്ടിയത്. അപ്പം ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഇത് എന്തുമായിരിക്കും ചെയ്യുന്നത്? ഇതിന്റെ സ്ട്രിങ്ങിന്റെ എൻഡ് ആയി. പക്ഷേങ്കിൽ നമ്മളിപ്പം ഫൈനൽ സ്റ്റേറ്റിലാണോ നിൽക്കുന്നത്? ഫൈനൽ സ്റ്റേറ്റിലല്ല നിൽക്കുന്നത്. അതുകൊണ്ട് ദിസ് സ്ട്രിങ് ഈസ് നോട്ട് ആക്സെപ്റ്റഡ് ബൈ ദ DFA. മനസ്സിലായോ? ഓക്കെ. ഇത്രയും വരെ നിങ്ങൾക്ക് മനസ്സിലായോ? ഓക്കെ. ഇതൊക്കെയാണോ? അപ്പം ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു വേറെ രീതിയിൽ ട്വിസ്റ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിക്കുവാണ്. കൺസ്ട്രക്ട് എ DFA that not ending with AB. AB ഇത് എൻഡ് ചെയ്യരുത്. ഓക്കെ. That not ending with AB. അങ്ങനാണെങ്കിലോ? അപ്പം നമുക്കറിയാവുന്ന നമ്മൾ ഡിസൈൻ ചെയ്തു എ ബി എൻഡ് ചെയ്യുന്നത് നമുക്ക് ഡിസൈൻ ചെയ്തെങ്കിൽ നോട്ട് എൻഡിങ് വിത്ത് എ ബി ആണെങ്കിൽ ഇത്രേ വ്യത്യാസം വരത്തുള്ളൂ. ഫൈനൽ സ്റ്റേറ്റ് മാത്രം മാറും. ഓക്കെ. ഫൈനൽ സ്റ്റേറ്റ് മാറുക എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ Q2 ആയിരിക്കത്തില്ല ഫൈനൽ സ്റ്റേറ്റ്. Q2 ഒഴിച്ച് ബാക്കി ഇവിടെ പറഞ്ഞതെല്ലാം എന്തായിരിക്കും? ഫൈനൽ സ്റ്റേറ്റ് ആയിരിക്കും. ഓക്കെ. ഇത് ഫൈനൽ സ്റ്റേറ്റ് ആകും, ഇതും ഫൈനൽ സ്റ്റേറ്റ് ആകും. ദിസ് ഇസ് ദ DFA that not ending with AB. AB എൻഡ് ചെയ്യുന്നില്ലാത്തത് DFA വരയ്ക്കാനാണ് പറഞ്ഞത്. AB എൻഡ് ചെയ്യുന്നതാണ് Q2 എൻഡ് ചെയ്യുന്നത്. അപ്പൊ Q2 ഒഴിച്ച് ബാക്കി എല്ലാ എൻഡ് വരും, ഫൈനൽ സ്റ്റേറ്റ് വരും. ഓക്കെ. മനസ്സിലായോ? അപ്പൊ നമുക്ക് എന്താണോ നമുക്ക് അറിയാവുന്നത് അതിന്റെ നേരെ ഓപ്പോസിറ്റാ ചോദിക്കുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ ഫൈനൽ സ്റ്റേറ്റ് മാത്രമേ നമുക്ക് മാറത്തുള്ളൂ. ഫൈനൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഏതാണോ നേരത്തെ ഫൈനൽ സ്റ്റേറ്റ് അതൊഴിച്ച് ബാക്കി എല്ലാം എന്താവും? ഫൈനൽ സ്റ്റേറ്റ് ആവും. ഓക്കെ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായോ? നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ പുതിയ അപ്ഡേറ്റ്സുകൾ അറിയാൻ സബ്സ്ക്രൈബ് ആൻഡ് ബെൽ ഐക്കണിൽ പ്രസ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.